ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിൻ്റെ ഈ ഡിസംബർ 31, ഹല്ലേലൂയ, 2025 ഈ ഡിസംബർ 31 എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നത് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2025 ഹല്ലേലൂയ ലാസ്റ്റ് ദിവസമാണ്. നമ്മൾ ആദ്യം മുതൽ ഹല്ലേലൂയ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അനേക അനർത്ഥങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും നമ്മുടെ തലയ്ക്ക് മീതെ ആഞ്ഞടിച്ചുവെങ്കിലും പതറിപ്പോകാതെ വിശ്വാസത്തോട് ഇത്രത്തോളം നമ്മളെ നിർത്തിയ ദൈവം, ഇത്രത്തോളം നമ്മെ കരുതിയ ദൈവം, ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്ന ദൈവം, ഹല്ലേലൂയ, ആ ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും മതി വരത്തില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്കൊരു ഭാഗ്യം കൂടെ ഹല്ലേലൂയ ലാസ്റ്റ് ദിവസം ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നൊരു വാക്യം വായിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യം. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശവും മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ നമ്മളെ എവിടെയായിരുന്നാലും ദൈവത്തിന് സ്തോത്രം. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിന് സ്തോത്രമായിരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷത്തോട് സ്തുതിക്കുവാൻ കഴിയും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. എൻ്റെ കർത്താവിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നത്. തകർന്നു പോകാവുന്ന സ്ഥാനത്ത്, വീണു പോകാവുന്ന സ്ഥാനത്ത്, രോഗമിട്ടുകൊണ്ട് നമ്മളെ ലോകത്തിന് മാറ്റപ്പെടാവുന്ന സ്ഥാനത്ത്, ഹല്ലേലൂയ, കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടായിരുന്നില്ലയോ? നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഒക്കെ, ഹല്ലേലൂയ, വാഹനം ഓടിച്ചപ്പോഴൊക്കെ കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടായിരുന്നത് കൊണ്ടാണ് അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ വെടിവെച്ചത്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ പറയുന്നുവെങ്കിലും ഇത് നമ്മളോട് ഉള്ള വാക്യമാണ് പ്രിയമുള്ളവർ. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളുള്ളതായി ആകാശം എന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്ന നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതും അത്ര അനുഗ്രഹിക്കപ്പെട്ട ദേശത്തേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയത് ദൈവത്തിൻ്റെ വിശ്വസ്തതയല്ലാതെ മറ്റെന്താണ് ഹല്ലേലൂയ നമുക്ക് പറയുവാനുള്ളത്? എന്നിട്ട് അത് കഴിഞ്ഞ് പറയുക, നിൻ്റെ ദൈവമായ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നത്. അതിന്മേൽ, നമ്മുടെ മേൽ, ഹല്ലേലൂയ, നമ്മൾ പാർക്കുന്ന ദേശത്തിന്മേൽ. ദേശം ഒരു പക്ഷേ അനർത്ഥങ്ങൾ വരാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മഴക്കെടുതികൾ ഉണ്ടാകാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മാറാ രോഗങ്ങൾക്ക് കടന്നു പിടിച്ചിട്ട് ജനത്തെ ഇല്ലാതാക്കി കളയാമായിരുന്നു. എന്നാലോ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവത്തിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുള്ളത് കൊണ്ടായിരുന്നു ഞാൻ നിന്നത്, ഞാൻ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലേ തകർന്നു പോകാമായിരുന്നു, അല്ലേ ഇല്ലാതായി പോകാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്നെ സൂക്ഷിച്ചത് കൊണ്ടാണ് ഈ വർഷത്തിൻ്റെ അവസാനം, ഈ 31 ഡിസംബർ എനിക്ക് കാണുവാൻ ദൈവം ഭാഗ്യം ഒരുക്കി തന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലേ ധൈര്യത്തോട്, സന്തോഷത്തോട് ഹല്ലേലൂയ നമുക്ക് പറയുവാൻ കഴിയട്ടെ. ഈ 2026 പുതുവർഷം കാണുവാൻ എനിക്ക് എൻ്റെ ദൈവം ഭാഗ്യം ഒരുക്കി തന്നത്. ഹല്ലേലൂയ. എൻ്റെ തമ്പുരാൻ എന്നെ കരുതിയത് കൊണ്ടാണ്, നിർത്തിയത് കൊണ്ടാണ്. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മേലും, നമ്മുടെ ഹാലിൽ ആയിരിക്കുന്ന ദേശത്തിന്മേലും ആയിരിക്കുന്ന പട്ടണത്തിന്മേലും യഹോവയുടെ ദൃഷ്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പട്ടണത്തിൽ നമ്മൾ ഇത്രത്തോളം നമ്മൾ സംരക്ഷണകരമായി തമ്പുരാൻ നമ്മളെ നിർത്തിയത് കൊണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത്? എത്ര പേർക്ക് പറയുവാൻ കഴിയും? എൻ്റെ കർത്താവിനെ കരുതിയത് കൊണ്ടാണ്, എൻ്റെ കർത്താവിനെ നിർത്തിയത് കൊണ്ടാണ് ഞാൻ ഈ പട്ടണത്തിൽ ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 31-ാം സങ്കീർത്തനത്തിൽ 33-ാം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ആരുടെ മേലായിരിക്കുന്നത്? യഹോവയുടെ ദൃഷ്ടി ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി ആരുടെ മേലാണ് ഇരിക്കുന്നത്? യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലെ, തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലെ. ദൈവത്തിന് സ്തോത്രം. അവരുടെ മേലാണ് ഹല്ലേലൂയ യഹോവയുടെ ദൃഷ്ടിയുള്ളത്. തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കുവാൻ, തൻ്റെ ഭക്തന്മാരെ കരുതുവാൻ കർത്താവ് മതിയായവനാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നെന്ന്.
32:8 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 32:8 ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു വാക്യമുണ്ട്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തന്ന് നമ്മെ നടത്തേണ്ടുന്ന വഴിയിൽ നടത്തിയ ഒരു കർത്താവിനെ ഹല്ലേലൂയ എത്രമാത്രം സ്തുതിച്ചാലും മതി വരത്തില്ല പ്രിയമുള്ളവരെ. എത്രമാത്രം മഹത്വപ്പെടുത്തിയാലും മതി വരത്തില്ല. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, ചുറ്റുപാടുകളിൽ നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തന്ന് നമ്മെ നടത്തുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ, ആ കർത്താവാണ് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നതെന്ന് എനിക്ക് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ആ പ്രവാചകന്റെ പുസ്തകം 34:12 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ പ്രവാചകന്റെ പുസ്തകം 14:14 വാക്യം. ആ ദൈവത്തിന് സ്തോത്രം. താഴ്ചയമെടുക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു 19, നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിൽ മേലും ദൃഷ്ടി വയ്ക്കുന്ന ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നൽകി തരുവാൻ നമ്മുടെ കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ എത്ര പേർക്ക് കഴിയും. ഇവിടെ ഇങ്ങനെ നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഹല്ലേലൂയ, ഓരോരുത്തരനെ അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വയ്ക്കുന്ന ഹല്ലേലൂയ. ഈ വർഷം മുഴുവനും നമ്മൾ നടന്നു പോയ സാഹചര്യങ്ങൾ ആയിരുന്ന ചുറ്റുപാടുകളിൽ കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് നമ്മെ നടത്തിയ ഒരു കർത്താവില്ലയോ, നമ്മളെ പരിപാലിച്ച ഒരു കർത്താവില്ലയോ. ആ കർത്താവിനെ എത്രമാത്രം സ്തുതിച്ചാലും മതി വരത്തില്ല പ്രിയമുള്ളവരെ. ആ കർത്താവ് നമ്മളെ എത്രമാത്രം കരുതിയെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടെന്നുള്ളത് എത്ര പേർക്ക് പറയുവാൻ കഴിയും. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നതെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നതെന്ന് എത്ര പേർക്ക് ഇന്ന് പകരുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. 101 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കണം, എൻ്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. ഇവിടെ പറയുക, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കണം, എൻ്റെ ദൃഷ്ടി അവരെ. അപ്പോൾ ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ദേശത്തിലെ വിശ്വസ്തന്മാരുടെ മേലും ആരുടെ ദൃഷ്ടി ഉണ്ടായിരുന്നു? നമ്മുടെ കർത്താവിൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ അവസാന ഈ 31-ാം തീയതി നമുക്കായി വരുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കി തന്നത്. ഹല്ലേലൂയ, എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും, എത്ര പേർക്ക് പറയുവാൻ കഴിയും. എൻ്റെ കർത്താവിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ ആയിത്തീർന്നത്. ഹല്ലേലൂയ, നമ്മളെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം പ്രിയമുള്ളവരെ. ഇവിടെ ഇങ്ങനെയാണ് ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി. ഹല്ലേലൂയ, നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഒരു ദിവസം തന്നെയല്ല, എല്ലാ ടൈമിലും. ഹല്ലേലൂയ, നമ്മൾ പാർക്കുന്ന ദേശത്ത് നമ്മുടെ മേൽ നമ്മുടെ കർത്താവിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്ന് പറയുന്നതിൽ ദൈവത്തിന് സ്ത്രീ വചനത്തിന് മുമ്പാകെ ഹല്ലേലൂയ എനിക്ക് ശക്തമായിട്ട് പറയുവാൻ കഴിയും. നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ട്, കർത്താവേ 2025 അവസാനിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ കർത്താവിൻ്റെ ദൃഷ്ടി ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, ഞങ്ങളായിരിക്കുന്നത്, ഞങ്ങൾ കടന്നു പോകുന്നതെല്ലാം അതുകൊണ്ടാണെന്ന് ധൈര്യത്തോട് നമുക്ക് പറയുവാൻ കഴിയട്ടെ. നമ്മൾ തന്നെ ദൈവസ്ഥനെ സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവ് 2025 അവസാന ദിവസം ഈ 31-ാം തീയതി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നിന്റെ ദൃഷ്ടി ഞങ്ങളുടെ മേലുള്ളത് കൊണ്ടായിരുന്നു ഞങ്ങൾ നിന്നത്, നടന്നത്, ഹല്ലേലൂയ ഞങ്ങൾ കടന്നു പോയത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ തന്നെ ദൈവസ്ഥനെ സമയം എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.